സ്വാഭാവിക സ്നേഹത്തിന്റെ നാലാമത്തെ കാരണം ഗുണം ചെയ്യുക എന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഗുണം ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, നന്മകൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവനോടൊരു ഇഷ്ടം ഉണ്ടാകുമെന്നത് സ്വാഭാവികതയാണ്. ഇഹ്സാൻ എന്ന് പറയും. എന്നാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവനെ മറക്കാൻ പറ്റില്ല, ഞാൻ കുടുങ്ങിയപ്പോൾ സഹായിച്ച ആളാണ് എന്നൊക്കെ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്താൽ അവരെ നമ്മൾ മറക്കൂല. അവർക്ക് അവരെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കും, ഇഷ്ടം ഉണ്ടാവും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം മുഅ്മിനാവുക എന്നതാണ്. നമുക്ക് ഈമാനിന്റെ വെളിച്ചം തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ ആഗ്രഹിച്ചത് മുത്തുനബിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇഹ്സാന് പോലെ മറ്റൊരാളിൽ നിന്നും നമുക്ക് ഗുണം ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായ ഇഹ്സാൻ എന്ന രീതിയിൽ സ്നേഹിക്കണമെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തിൽ മുത്തുനബിയെ പറ്റി പറഞ്ഞത് മാത്രം വായിച്ചാൽ മതി. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുന്നത് മുത്തുനബിക്ക് വലിയ പ്രയാസമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നതോ അത് മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. മുത്തുനബിയെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അങ്ങേക്ക് വേണ്ടതെല്ലാം അള്ളാഹു തരും എന്ന് പറയുമ്പോൾ, ആ ആയത്തിറങ്ങുമ്പോൾ ഇമാം റാസി ഉദ്ധരിക്കുന്നത് കാണാം. മുത്തുനബി ഇങ്ങനെയാണ് പറഞ്ഞത്, ലാ അർളാ വ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എനിക്ക് എന്ത് കിട്ടിയാലും പൊരുത്താവൂല, ഇഷ്ടാവൂല എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടെങ്കിലെന്ന്. അപ്പോൾ നമ്മൾ നരകത്തിൽ കിടക്കുന്നത് നമ്മളെക്കാൾ പ്രയാസം അനുഭവിച്ചവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നാളെ ആഖിറത്തിൽ ചെന്നാലും എല്ലാ പ്രവാചകന്മാരും കൈയൊഴിയുമ്പോൾ ഞാനിവിടെയുണ്ട്, എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്ന ഹബീബായ റസൂലുള്ളാഹി നമ്മളിങ്ങനെ പാടും, യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫി ഗദി. യാ റബ്ബ്, പഠിച്ചോനെ, സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ചെയ്യണേ, ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫി ഗദി. നാളെ ആഖിറത്തിൽ സൃഷ്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരാൾക്ക് കിട്ടിയ നന്മ കൊണ്ട് സ്വാഭാവികമായ സ്നേഹം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനേറ്റവും ബന്ധപ്പെട്ടത് മുത്തുനബിയാണ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്.